മോർണിംഗ്. നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി ഉണ്ടാക്കിയാലോ. നമ്മുടെ ഓട്സും അതുപോലെ തന്നെ ഗ്രേപ്സും ഒക്കെ ചേർത്തിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി. ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഏജ് ആയ ആൾക്കാർക്കും കുട്ടികൾക്കും എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സാഹചര്യവശാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്മൂത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു സ്മൂത്തി തയ്യാറാക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ്സിലേക്കുള്ള അളവുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഏത്തപ്പഴം ഒഴികെ ബാക്കി ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഏത്തപ്പഴം എടുക്കാതിരിക്കായിരിക്കും ബെറ്റർ. പിന്നെ ഒരു 6-7 ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിനായിട്ട് തേൻ എടുത്തിട്ടുണ്ട്. തേൻ വേണം എന്ന് നിർബന്ധമില്ല, ചേർക്കുകയാണെങ്കിൽ കുറച്ച് മധുരം ഉണ്ടാവും. ഗ്രേപ്സിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് തേൻ ചേർക്കാം, തേൻ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം. പിന്നെ പാല് ഞാൻ തിളപ്പിച്ച് ചൂട് മാറ്റിയ പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. തിളപ്പിക്കാത്ത പാല് യൂസ് ചെയ്യാറില്ല. അതൊക്കെ നമ്മൾ തിളപ്പിക്കാത്ത പാല് യൂസ് ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. തിളപ്പിച്ച പാല് തന്നെ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗ്രേപ്സ് ആണ്. പിന്നെ നമ്മുടെ ആൽമണ്ട്സ്, അതുപോലെ തന്നെ മധുരത്തിനായിട്ട് ആവശ്യത്തിന് തേൻ. ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ, ഒരുപാട് ചേർക്കുന്നില്ല, 1 ടീസ്പൂൺ. ഇനി ഒരു 1/2 കപ്പ് പാലൊഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പാല് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ഷേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആൽമണ്ട്സൊക്കെ നന്നായിട്ട് അരിഞ്ഞു കിട്ടണ്ടേ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ 1/2 കപ്പ് പാലൊഴിച്ചിട്ട് അടിച്ചെടുത്തത്. ഇനി നമുക്ക് ബാക്കി പാലും കൂടി ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അടിക്കേണ്ട, കുറച്ച് സമയം ഒരു 2-3 സെക്കൻഡ്സ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്മൂത്തി റെഡിയായി. നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, നല്ല അടിപൊളി സ്മൂത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിന് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒരു സ്മൂത്തിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഞാനെല്ലാം ചെറിയ ക്വാണ്ടിറ്റി കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ഇരട്ടിയായിട്ട് എടുക്കുക, കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ. ഇതൊരു കപ്പിലേക്കുള്ള അളവുകളാണിത്. അതുപോലെ തന്നെ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് ഓട്സ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പഴം, ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഏത്തപ്പഴം ഒഴികെ ബാക്കി ഏത് പഴം വേണമെങ്കിലും എടുക്കാം. 1 കപ്പ് തിളപ്പിച്ച് ചൂട് മാറിയ പാലെടുത്തിട്ടുണ്ട്. മധുരത്തിനായിട്ട് തേൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്ട്രോബെറിയുടെ ഈ ഒരു ഗ്രീൻ പാർട്ട് മാറ്റിയിട്ട് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനെന്താ സ്ട്രോബെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേഗം അരിഞ്ഞു കിട്ടാനാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേപ്സും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴം. ഇതിൻ്റെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. കൂടുതൽ ഇഷ്ടം സ്ട്രോബെറി ആണോ ഗ്രേപ്സ് ആണോ എന്നുള്ളതനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓട്സ്, പിന്നെ കുറച്ച് ഹണി. അത് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇതിൽ ഹണി ഒഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. മധുരമുള്ള ഗ്രേപ്സും മധുരമുള്ള സ്ട്രോബെറിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രേപ്സിൻ്റെ ആവശ്യമില്ല. പകുതി പാലൊഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ പാലൊഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാൻ ഒന്നുകൂടി ഒന്ന് കറക്കി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ സ്മൂത്തി നമ്മളിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. കറക്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ്സിന്. പിന്നെ നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഒരു സ്ട്രോബെറിയുടെ പീസ് വെച്ചിട്ട്, പിന്നെ കുറച്ച് ആൽമണ്ട്സ്, നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറച്ച് ആൽമണ്ട്സും കൂടി ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഗാർണിഷിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഹെൽത്തി സ്മൂത്തി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്.
അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം.